നമ്മൾ നാട്ടിൽ പോയത് ഓണം സമയത്തായതുകൊണ്ട് നമുക്ക് കറക്റ്റ് ഓണം ഫെസ്റ്റിന് പുനലൂരിലുള്ള ഓണം ഫെസ്റ്റിന് പോകാൻ പറ്റിയത്. ഇവിടെ എല്ലാ വർഷവും ഫെസ്റ്റ് നടക്കാറുണ്ട്. ഭയങ്കര ഗ്രാൻഡായിട്ട് തന്നെയാണ് ഈ ഫെസ്റ്റ് നടക്കുക. നമ്മുടെ ഈ വേടനൊക്കെ ഫേമസ് ആകുന്നതിന് മുൻപ്, അതായത് ഇപ്പം ഭയങ്കര ഫേമസ് ആണ്. ഒരു കഴിഞ്ഞ വർഷമാണ് അതിൻ്റെ മുമ്പിലത്തെ വർഷമാണ് അങ്ങനെ വേടൻ്റെ പാട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ പോസ്റ്റർ ഇട്ടപ്പോൾ എനിക്ക് വേടൻ ആരാണെന്ന് അന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. അപ്പോഴാണ് ഞാൻ ഓർക്കുന്നത് വന്ന വേടനാണ് ഇതല്ലേന്ന്. ഇതുപോലെ തന്നെ കൊല്ലത്തും വലിയൊരു ഫെസ്റ്റ് ഉണ്ട് കേട്ടോ. പിന്നെ നമ്മൾ പോകാൻ നേരം നമുക്ക് ആവശ്യമുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഇവിടെ നിന്ന് വാങ്ങിയായിരുന്നു കേട്ടോ. അതായത് പിച്ചാത്തി, നമ്മുടെ ചിക്കനൊക്കെ മുറിക്കാൻ വേണ്ടിയിട്ടുള്ള പിച്ചാത്തിയൊക്കെ നമ്മൾ ഇവിടെ നിന്ന് വാങ്ങിയായിരുന്നു. പിന്നെ ഒത്തിരി കടയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ ഏതെടുത്താലും 20 രൂപ അങ്ങനെയൊക്കെ കുറേ കടകളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എല്ലാം ഉണ്ടായിരുന്നു. നമ്മുടെ മൃഗങ്ങളുടെ, അതായത് ഈ തത്തയും പാമ്പും ഒക്കെ നമ്മുടെ ദേഹത്ത് വെച്ച് ഫോട്ടോ എടുക്കും. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ഏതെങ്കിലും 2 ഐറ്റത്തിന് വെച്ച് ഫോട്ടോ എടുക്കാം. അതിന് 100 രൂപയാണ്. അപ്പോൾ ഇവാനെയാണെങ്കിൽ ആ കിളിയെ വെച്ച് ഫോട്ടോ എടുത്തു. അവൾക്ക് ചെറിയൊരു പേടിയുണ്ടായി. അതിൻ്റെ കാല് ദേഹത്ത് ജസ്റ്റ് എന്തോ കൊണ്ടെന്ന് തോന്നുന്നു. പിന്നെ പാമ്പിനെ വെച്ചെടുക്കാൻ പുള്ളിക്കാരിക്ക് പേടിയായിരുന്നു. അതുകൊണ്ട് അവൾ പാമ്പിനെ വെച്ചെടുത്തു. പിന്നെ ആ കിളിയാണെങ്കിൽ അടിപൊളിയായിട്ട് പോസ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. നല്ല ട്രെയിൻഡ് ആയിട്ടുള്ള കിളി. പിന്നെ ഫുഡ് കോർട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. സ്ട്രീറ്റ് ഫുഡ് എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ കപ്പയും മീനും എല്ലാത്തരം ഫുഡും ഉണ്ടായിരുന്നു. പിന്നെ പണ്ടത്തെ കാലത്ത് മുട്ടായികളുടെ ഷോപ്പൊക്കെ, കുറേ റൈഡൊക്കെ ഉണ്ടായിരുന്നു. പിള്ളേർക്ക് കയറാൻ പറ്റിയതുണ്ടായിരുന്നു, വലിയവർക്ക് കയറാൻ പറ്റിയതുണ്ടായിരുന്നു. നമ്മൾ കയറിയത് ആകാശവേലം എന്ന് പറഞ്ഞ റൈഡില്ല, അതിൽ കയറിയിട്ടുണ്ടായിരുന്നു. അതിൽ കയറി നമ്മളിങ്ങനെ മേളിൽ എത്തിയപ്പോഴത്തേക്കും നമ്മുടെ തൊട്ട് നമ്മളുടെ മേളിലുള്ള റൈഡിൽ ഉള്ള ആരോ ഒരാൾ ഛർദ്ദിച്ചു കേട്ടോ. അത്രയും സ്പീഡിൽ കറങ്ങുമല്ലേ. അപ്പോൾ അവർ ഛർദ്ദിച്ചപ്പോഴത്തേക്കും നമ്മൾ ആദ്യം വിചാരിച്ച കയ്യിലെന്തോ ജ്യൂസ് എന്തോ വീണാന്നാണ്. നോക്കുമ്പോഴത്തേക്കും ഛർദ്ദിലായിരുന്നു. അപ്പം എന്താ കയ്യിലും ദേഹത്തും ഒക്കെ വീണ കേട്ടോ. പിന്നെ നമ്മൾ താഴെ ഇറങ്ങിയിട്ട് അവിടെ ഒരു കുപ്പിയും വെള്ളം വാങ്ങി നമ്മളത് എല്ലാം കഴുകി വൃത്തിയാക്കിയിട്ട് നമ്മൾ പിന്നെ നേരെ വീട്ടിലോട്ട് പോയി.